നമസ്കാരം. ഞങ്ങളെ കുറച്ച് ആൾക്കാർക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ പ്രളയം വന്നതിന് ശേഷം ഞങ്ങൾ ഒരു കേരള ഫ്ലഡ് ക്യാമ്പയിൻ എന്നും പറഞ്ഞ ഒരു 30 വർഷം പഴക്കമുള്ള അംബാസഡർ കാറിൽ ട്രിവാൻഡ്രം സ്റ്റാച്യു ജംഗ്ഷൻ ടു ഞങ്ങൾ കാശ്മീർ ലേ ലഡാക്കിന് അടുത്ത് വരെ ഞങ്ങൾ അംബാസഡർ കാറിൽ യാത്ര നടത്താനിടയുണ്ട്. അപ്പോൾ കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് ഞങ്ങൾ CM ദുരിതാശ്വാസ അക്കൗണ്ടിൽ കൊടുത്തു. അങ്ങനെ കുറച്ച് ആൾക്കാർ, മീഡിയ ഉൾപ്പെടെയുള്ള കുറച്ച് ആൾക്കാർ ഞങ്ങൾ കവർ ചെയ്തായിരുന്നു. അതിനു മുമ്പ് ഇന്ന് ശരിക്കും ഒരു വ്ളോഗോ കാര്യങ്ങളൊന്നുമല്ല, ഞങ്ങൾക്ക് ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഞങ്ങളുടെ ക്യാമറ ഇന്ന് വന്നു. അപ്പോൾ ആ ക്യാമറയുടെ GoPro 7 സിൽവർ ആണ് വന്നേക്കുന്നത്. അപ്പം അത് ഒരു മിനിറ്റ്, അപ്പോൾ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പം അത് ഞങ്ങൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോയും പിന്നെ ഞങ്ങൾ ഇരിക്കുന്ന കൊല്ലം ആശ്രമ മൈതാനത്തുള്ള 8 പോയിന്റ് ആർട്ട് കഫേ എന്ന പേര് ഇട്ടിരിക്കുന്ന പഴയൊരു ഗവൺമെൻറ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലം 2 വർഷമായിട്ട് ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സ്ഥലവും കൂടെ ജസ്റ്റായിട്ട് ഞങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങളത് ഒന്നൊരു അംബാസഡർ കാറിലൊന്നും അല്ല ഞങ്ങൾ വന്നേക്കുന്നത്. ക്യാമറ വന്നപ്പോൾ ഒന്ന് ഞങ്ങൾ അൺബോക്സിങ് വീഡിയോ എടുക്കണം. അപ്പോൾ ഞങ്ങൾ മറ്റോ വണ്ടിയിൽ വന്നെങ്കിൽ ചെയ്യുവാണ്. അപ്പോൾ ഞങ്ങൾ തീർത്തും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇല്ല, ഞങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനൊന്നും കഴിയില്ല. അപ്പം ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ഞങ്ങളുടെ 3 കണ്ടന്റ് മേലുള്ള കാര്യങ്ങൾ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ ടൂർ എക്സ്പ്ലോർ ഞങ്ങൾ ഈ ടൂറിസ്റ്റ് പ്ലേസൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന നമ്മുടെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വ്ളോഗിൻ്റെ പ്രധാനമായിട്ടും 3 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, നമ്മുടെ കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസസ് എല്ലാം മാക്സിമം നമ്മുടെ അംബാസഡർ കാറിൽ തന്നെ യാത്ര ചെയ്ത് അതിൻ്റെ ഒരു അനുഭവവും ആ യാത്രയുടെ ഒരു വിവരണവും ആ വണ്ടിയിൽ പോകുന്നൊരു ഫീലൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു വ്യത്യസ്തപരമായ ഒരു വ്ളോഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ കേരള ഗവൺമെന്റിന്റെ തന്നെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് മാക്സിമം പ്രൊമോഷൻ കിട്ടുന്ന രീതിയിൽ ഹാഷ്ടാഗ് പോലും അതായിരിക്കും. സപ്പോർട്ട് കേരള ടൂറിസം ഹാഷ്ടാഗ് ഞങ്ങളുടെ പേജിലും കാണും. ഞങ്ങൾക്ക് യൂണിഫോം ഒക്കെ കാണും കേട്ടോ. ഒരു വൈറ്റ് ടീഷർട്ട് കാണും. അപ്പോൾ അതിനകത്തൊക്കെ ഞങ്ങൾക്ക് കാണും. കാര്യം ഞങ്ങളുടെ മെയിൻ ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞാൽ ഒന്ന് അംബാസഡർ കാറിൽ പോവുക. വിന്റേജ് ആണ്, നിർത്തലാക്കിയതാണല്ലോ വണ്ടി. അപ്പോൾ അതിന്റെ ഒരു സപ്പോർട്ട് കിട്ടിയ അത്രയ്ക്ക് നല്ലതായിരിക്കും. കൂട്ടത്തിൽ കേരള ടൂറിസം പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ വ്യത്യസ്തപരമായിട്ടുള്ള സ്ഥലങ്ങൾ, അതും പ്രത്യേകിച്ച് നമ്മുടെ പ്രേക്ഷകർ ഇനി അങ്ങോട്ടുള്ള ഒരു വ്യത്യസ്തപരമായ രീതിയിലാണ് നമ്മുടെ വ്ളോഗ് പോകുന്നത്. അപ്പോൾ അതിൽ പ്രേക്ഷകർ കമൻറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻറ്റുള്ള സ്ഥലത്തേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ആ യാത്ര നമ്മുടെ അംബാസഡർ കാറിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ആയിരിക്കും ഈ വ്ളോഗിൽ നമ്മൾ പ്രധാനമായി ഉൾക്കൊള്ളിക്കുന്നത്. ഇന്ന് നമ്മളൊരു ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് നമ്മൾ ഇരിക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഇതൊക്കെയാണ് ഇട്ടേക്കുന്നത്. ക്യാമറയുടെ കുറച്ച് ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ നമ്മുടെ ക്യാമറയുടെ ഒപ്പം നമ്മൾ GoProയുടെ ജിംബൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് ആമസോൺ വഴി ഓർഡർ ചെയ്ത് അതുവരെ കിട്ടിയിട്ടില്ല. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു കുറച്ച് സ്പെഷ്യലായിട്ടുള്ള തീർച്ചയായും ഒരു ഇതുവരെ നമ്മുടെ വ്ളോഗേഴ്സ് ആരും ചെയ്യാത്ത കുറച്ച് 2-3 വീഡിയോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ട്രാവൽ വീഡിയോസ് സെഗ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ വണ്ടിയിലുള്ള സഞ്ചാരവും അതിൻ്റെ അനുഭവങ്ങളും ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ ശരി മെയിനായിട്ട് പറയുമ്പോൾ ഞങ്ങളിപ്പം ഉദാഹരണത്തിന് വണ്ടി എവിടെ നിന്നാണോ എടുക്കുന്നത് അവിടുന്ന് എത്തിപ്പെടേണ്ട സ്ഥലം വരെയുള്ള വണ്ടിയുടെ ആ ഒരു യാത്ര, പിന്നീടുന്ന ആ ഒരു എക്സ്പീരിയൻസും പിന്നെ അത് അവിടെ ചെന്നിട്ടുള്ള ആ ഒരു ലൊക്കേഷൻ, ഇപ്പോൾ ടൂറിസ്റ്റ് പ്ലേസോ റിസോർട്ട് എന്തിനാലും അവിടുത്തെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു വിവരണമൊക്കെ ആയിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾ ചെയ്ത യാത്ര തീർത്തും എത്രത്തോളം ചെറുപ്പക്കാരോ അല്ലെങ്കിൽ ആൾക്കാർ ചെയ്യുമെന്ന് അറിയത്തില്ല. ഈ അംബാസഡർ കാർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു അറിയായിരിക്കും, അതിനെ വെറുക്കുന്നതായിട്ടോ നെഗറ്റീവ് അടിക്കുന്നതായിട്ടോ ആൾക്കാർ അധികം കാണത്തില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ കൂടാതെ ഞങ്ങളുടെ ഈ ട്രാവലിൽ ഒഴിച്ച് ഞങ്ങൾ വിൻറ്റേജ് കാറുകൾ ഇടയ്ക്കിടയ്ക്ക് എപ്പിസോഡുകളിലൊക്കെ വിൻറ്റേജ് കാറുകളുടെ ഒരു വ്ളോഗ് എപ്പിസോഡൊക്കെ ഞങ്ങൾ ഇടുന്നതായിരിക്കും. വിൻറ്റേജ് അത് ഇഷ്ടപ്പെടാത്തതായിട്ട് അധികം കേരളത്താരും കാണത്തില്ല. അപ്പോൾ വിൻറ്റേജ് വണ്ടികളൊക്കെ ഉള്ളവർ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം ഞങ്ങളവിടെ വന്ന് അതിൻ്റെ വ്ളോഗ് ചെയ്യുന്നത് തന്നെയായിരിക്കും. കാര്യം വിൻറ്റേജ് വണ്ടി എൻ്റെയും നിയാസിൻ്റെ ഒരു വലിയ ക്രൈസ് തന്നെയാണ്. നമ്മുടെ വിൻറ്റേജ് വണ്ടികൾ എക്സ്പ്ലോർ ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് പറയുക, അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ വിവരിക്കുക, ഇതൊക്കെ നമ്മുടെ വ്ളോഗിൻ്റെ ഭാഗം തന്നെയായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതേപോലെ വ്യത്യസ്തപരമായിട്ടുള്ള കാഴ്ചകൾ കിട്ടുന്ന ടൂറിസ്റ്റ് പ്ലേസസിലേക്ക് പോവുക, അവിടെ നമ്മുടെ കേരള ടൂറിസത്തിന് മാക്സിമം പ്രൊമോഷൻ കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മുടെ വ്ളോഗിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഞാൻ നിയാസും പണ്ടുതൊട്ട യാത്രകൾ ഇഷ്ടപ്പെടുന്ന 2 വ്യക്തികളാണ്. അപ്പോൾ അതിൻ്റെ യാത്രകളുടെ വിശേഷങ്ങളും അതിൻ്റെ രസകരമായ അനുഭവങ്ങളും ആ ഒരു ഫീലും ടഫ് ഡ്രൈവിങ്ങിൻ്റെ പല കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ വ്ളോഗിൽ വേറെ എടുത്തുകൊണ്ടൊരു കാര്യമുണ്ട്. ഞങ്ങൾക്ക് ഈ ടഫ് ഡ്രൈവിങ് ഭയങ്കര ഇഷ്ടമാണ്. അത് എത്രത്തോളം ആൾക്കാർക്ക് ഇഷ്ടമാണ് ശരിക്കും ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ശരിക്കും റൈഡേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടഫ് ഡ്രൈവിങ് തന്നെയാണ്. അത്യാവശ്യം കംഫർട്ടബിൾ അല്ല ഇങ്ങനെ പവർ സ്റ്റിയറിങ് പിന്നെ AC കാര്യങ്ങൾ കൊണ്ട് യാത്ര ചെയ്യുന്നതിലുപരി, അതായത് ഒരു അഡ്വഞ്ചർ ട്രിപ്പ്
കൊണ്ടത് എങ്ങനെയാണെന്നാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. അവിടെ ഞങ്ങളെ അംബാസഡർ ചൂസ് ചെയ്യുന്നത് നിയമങ്ങൾ, റോഡ് നിയമങ്ങൾ പാലിച്ചു പോകുക ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ വണ്ടി ഇപ്പോൾ ഏത് വണ്ടി തന്നെയായാലും ഷാഫിയെ സംബന്ധിച്ച് അവന് മഹീന്ദ്ര പോലുള്ള അത്യാവശ്യം വണ്ടികളൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അതുപോലെ ഒരിക്കലും 100-ന് മേളിൽ അങ്ങനെയൊന്നും പോകാറില്ല. അത്യാവശ്യം ഞങ്ങൾക്ക് ആവശ്യഘട്ടങ്ങൾ വന്നാൽ പോവുക, അല്ലാതെ ഒഴിവാക്കി പോവുക. മാക്സിമം ട്രാഫിക് നിയമങ്ങൾ പാലിച്ച് നമ്മുടെ വിന്റേജ് വണ്ടി അംബാസഡർ തന്നെ നമ്മൾ പോയിട്ടുള്ള നിങ്ങൾക്ക് അറിയാം. മാനുവൽ വണ്ടിയാണ്, വണ്ടിക്ക് പവർ സ്റ്റിയറിംഗ് ഇല്ല, ബ്രേക്ക് ഡ്രം ബ്രേക്കാണ്, പവർ ബ്രേക്ക് ഇല്ല, അതോടൊപ്പം തന്നെ AC ഇല്ല, നമ്മുടെ പവർ വിൻഡോ ഇല്ല, എല്ലാം നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റിൽ എങ്ങനെയാണ് വളരെ ടഫ് 2655 കിലോമീറ്റർ അത് ഒറ്റ സ്ട്രെച്ചർ യാത്ര 3 പേര് 3 എന്താ പറയുന്നത് ഒരു രീതികളിൽ നിന്ന് വന്നിട്ടുള്ള 3 വ്യത്യസ്തരായ സുഹൃത്തുക്കൾ ഒരു 26 ദിവസത്തെ 26 ദിവസം ഞങ്ങൾ യാത്ര നടത്തേണ്ട ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായ യാത്രയിൽ. അപ്പം കാശ്മീരിലുള്ള സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തു. അതിലേറെ നമ്മൾ കുറെ ജീവിതം പഠിച്ചു, സഹനം എന്തെന്ന് പഠിച്ചു. അപ്പൊ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്തിന് എത്തിപ്പെടാൻ കഴിഞ്ഞില്ല. അവൻ ഇജാസ് എന്നാണ് പേര്. അപ്പൊ ഒരു 5-6 എപ്പിസോഡ് അവൻ കാണാൻ സാധ്യതയില്ല. പക്ഷേ പുള്ളിയുടെ കുറച്ച് കമ്മിറ്റ്മെന്റ്സും തിരക്കും കാരണമാണ് ഉടനെ ജോയിൻ ചെയ്യും. നമ്മുടെ ട്രാവൽ വൈ അംബാസഡർ ടീമിലേക്ക് ജോയിൻ ചെയ്തതായിരിക്കും. അപ്പോൾ പുള്ളി ഒക്കെ ആയിട്ട് നമ്മുടെ രസകരമായ യാത്രകളും വീഡിയോസും അനുഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടുള്ള വ്ളോഗായിരിക്കും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട്, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒരു കാര്യം, നിങ്ങൾ ഈ ചാനൽ ഇപ്പം ബെല്ലൈക്കണോ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും കാണത്തില്ല. തുടക്കമാണ്, എഡിറ്റാണ്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യാതിരിക്കുന്നത് നിങ്ങളുടെ താല്പര്യം. തീർത്തും ഞങ്ങൾ എടുത്തു പറയുന്നു. ഞങ്ങളുടെ ഈ ഒരു പുതുമയാർന്ന ഒരു ദൃശ്യാവിഷ്കാരമൊക്കെ ആയിരിക്കും. പിന്നെ ഞങ്ങളുടെ ആ ഒരു വ്ളോഗിങ് രീതിയെ തികച്ചും വ്യത്യസ്തമാണ്. കാര്യം നിങ്ങൾ പറയുന്ന സ്ഥലം, ഇപ്പം എക്സാമ്പിൾ ഞങ്ങളൊരു വീഡിയോ ഇടുമ്പോൾ താഴെ അടുത്ത ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം അതിൻ്റെ കൂടെ ഞങ്ങൾ ഹാഷ്ടാഗ് കൊടുക്കും, മെൻഷൻ കൊടുക്കും. അപ്പം നിങ്ങൾ പറയുന്ന സ്ഥലത്ത്, കേരളത്തിലാണ് കേട്ടോ, പുറത്തൊന്നും പോകാനുള്ള ഒരു ബഡ്ജറ്റ് ഒന്നും ഇപ്പോൾ കാണത്തില്ല. അപ്പം അത് വരും ദിവസങ്ങളിൽ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് പോവാം, അപ്ഡേറ്റ് ആവുന്ന വർഷങ്ങളിൽ. അപ്പം നിങ്ങൾ പറയുന്ന സ്ഥലങ്ങൾ, ഏറ്റവും കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുന്ന സ്ഥലം, ആ സ്ഥലം ഞങ്ങൾ ചൂസ് ചെയ്ത് പോകുന്നതായിരിക്കും. അങ്ങനെ പറയുന്ന 1-2 വ്യക്തികൾക്ക് ഞങ്ങളാൽ കഴിയുന്നത് എന്തെങ്കിലും പ്രോത്സാഹന സമ്മാനം ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അതിപ്പോഴല്ല, ഒരു 2-3-4 എപ്പിസോഡൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ എടുത്തു പറഞ്ഞ വേറൊരു കാര്യം, ആദ്യം ഞങ്ങൾ ചെയ്യുന്ന 2-3 എപ്പിസോഡ് ട്രാവലിൻ്റെ ആയിരിക്കത്തില്ല. അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത 2 മാസത്തിനിടയ്ക്ക് നമ്മളൊക്കെ ഇന്ത്യയിൽ നടക്കുന്ന വലിയൊരു ഒരു മെയിനായിട്ടൊരു കാര്യം നടക്കുമല്ലോ. അപ്പോൾ ആ കാര്യത്തിന് ആസ്പദമാക്കിയിട്ട് ഞങ്ങളൊരു 2-3 എപ്പിസോഡ് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ എപ്പിസോഡ് തീർത്തും യാത്രയുടെ ഒന്നും അല്ല കേട്ടോ, നമ്മൾ ടൂർ എക്സ്പ്ലോർ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ടൂറിസ്റ്റ് പ്ലേസ് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ ഒന്നും അല്ല. അപ്പം അതിൻ്റെ ഒരു സർപ്രൈസ് ആയിരിക്കും സംഭവം. അധികം ആരും തന്നെ കേരളത്തിൽ ചെയ്തിട്ടില്ലാത്തൊരു 3 എപ്പിസോഡ്. അതിനുശേഷമാണ് ശരിക്കും ഞങ്ങളുടെ ഒരു ഇന്റൻഷൻ ട്രാവൽ വീഡിയോസ് കാണാൻ പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. ദയവായി നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ വീണ്ടും കാണത്തില്ല ചെയ്താൽ നിങ്ങളുടെ നിങ്ങളുടെ താല്പര്യം പറയാനുള്ളൂ. പക്ഷേ തീർത്തും ഞങ്ങൾ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ഒരിക്കലും ബോറടിപ്പിക്കുന്ന ഒരു വ്ളോഗേഴ്സ് ആയിരിക്കത്തില്ല ഞങ്ങൾ. അല്ലെങ്കിൽ ഞങ്ങളുടെ തീർത്തും വ്യത്യസ്തപരമായിട്ടുള്ള ഒരു രീതിയിലുള്ള നമ്മൾ രണ്ടുപേരും കൂടി ചെയ്യുന്ന കുറച്ച് നല്ല രസകരമായിട്ടുള്ള ഒരു വീഡിയോസ് ആയിരിക്കും. നിങ്ങളത് എൻജോയ് ചെയ്യുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് കുറ്റം വേണം വായിക്കാം, തെറി ഒഴിച്ച് എന്ത് വേണം വായിക്കാം. കൊള്ളത്തില്ലെന്നോ കൊള്ളാമെന്നോ കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് പ്രചോദനം കിട്ടും. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഞങ്ങൾ പുതിയ വ്ളോഗേഴ്സാണ്, സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് പോരായ്മകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ വീഡിയോ എഡിറ്റിങ്ങോ ക്യാമറയോ ഒക്കെ ഒന്നുമായിട്ടൊരു ബന്ധമില്ലാത്ത ഫീൽഡിൽ നിന്ന് വരുന്ന 2 ആൾക്കാരാണ്. ആയതുകൊണ്ട് തന്നെ നമ്മളിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ, പോരായ്മ കുറവുകൾ, അതിൻ്റെ ഒരു നിലവാരത്തെ ഒക്കെ നിങ്ങൾക്ക് സൂചിപ്പിക്കാം. നിങ്ങൾക്ക് പറയേണ്ട രീതിയിലൊക്കെ പറയാം. അതിലൊക്കെ നമ്മൾ വളരെ ഓപ്പൺ മൈൻഡഡ് ആണ്. ദയവായി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. നിങ്ങൾ കഴിവതും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ബെല്ലൈക്കൺ അമർത്തുക. ഓക്കെ, തീർച്ചയായും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളിപ്പോൾ ക്യാമറ അൺബോക്സ് ചെയ്യുന്ന വീഡിയോസാണ്. അതോടൊപ്പം തന്നെ നമ്മളിരിക്കുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ചെറിയ ഒരു വീഡിയോയും കൂടെ അയച്ചിട്ട് ഞങ്ങൾ തുടങ്ങുകയാണ്. പിന്നെ വരും ദിവസങ്ങളിൽ ഞങ്ങൾ തീർച്ചയായിട്ടും കാണാം. നമ്മൾ IMS സ്റ്റുഡൻറ്റ് എന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴിയാണ് മേടിച്ചത്. അപ്പോഴത്തേക്ക് ഇത് നമ്മൾ 2 സൈറ്റിലൊക്കെ നോക്കിയപ്പോൾ ഇതിൽ ഉള്ളിൽ ഏറ്റവും ചീപ്പ് പ്രൈസ് നമുക്ക് കോട്ട് ചെയ്തത് IMS സ്റ്റുഡൻറ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ GoPro Hero 7 സിൽവർ ബുക്ക് ചെയ്തേക്കുന്നത്. ആൾമോസ്റ്റ് 19,800 വരുന്നത്. 19,800ഓളം ബെസ്റ്റ് റേറ്റ് ആണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതേ സ്ഥലത്ത് ഇരുന്ന് തന്നെയാണെന്ന് തോന്നുന്നത്. ഞങ്ങൾ നിലവിൽ ഇതേ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്ത് കൊല്ലത്തെ അപ്പോൾ നമുക്കിതൊന്ന് പൊട്ടിച്ചു നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. പുറമെ നോക്കുമ്പോൾ GoPro Hero 7 സിൽവർ
3 വേരിയന്റ് ആണ് വരുന്നത്, ബ്ലാക്ക്, സിൽവർ, വൈറ്റ്. ഏറ്റവും ചീപ്പ് റേറ്റും കോൺഫിഗറേഷൻ കുറവുള്ളത് വൈറ്റ് ആണ്, അതിനുശേഷം സിൽവർ, അതിനുശേഷം ഏറ്റവും ടോപ്പ് വേരിയന്റ് ആണ് ബ്ലാക്ക്. അത് 30,000 31,000 കണ്ടെയാണ്. ഇത് സ്പെസിഫിക്കേഷനിൽ ചെറിയൊരു വ്യത്യാസമുള്ള. പിന്നെ നമുക്ക് ഇതിന്റെ കവറിൽ തന്നെ നോക്കുമ്പോൾ കാണാവുന്നതാണ് ഇതൊരു 10 MB ക്യാമറയാണ്, 4K അല്ലേ, 4K 30 ആണ് ഇതിന്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇത് 33 ഫീറ്റ് അഥവാ 10 മീറ്റർ ഡീപ്പ് വരെ വാട്ടർ പ്രൂഫാണ്. പിന്നെ പല മോഡിൽ നമുക്ക് കിട്ടും. വൈഡ് റേഞ്ച് ഉണ്ട്, സോളോ, അതേപോലെ 2 സ്പീഡ്. പിന്നെ കണക്ടിവിറ്റി GPS-ഉം വൈഫൈ ഉണ്ട്. വൈഫൈ പിന്നെ ബ്ലൂടൂത്ത് അങ്ങനെയുള്ള കണക്ടിവിറ്റീസ് എല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഈ പറഞ്ഞ MRP സ്റ്റിക്കർ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏകദേശം 28,000 ആണെന്ന് തോന്നുന്നത് വരുന്നത്. പക്ഷേ ഏകദേശം ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലെല്ലാം 21,000 റേഞ്ചിലാണ്. അപ്പോൾ ഇത് നമ്മൾ പൊട്ടിച്ച് കഴിയുമ്പോഴത്തേക്ക് കാണുന്ന ഇതൊരു മൗണ്ടിലാണ് വരുന്നത്. ഒരു സ്ട്രോങ് പാക്കേജിങ് ആണ്. ഇതാണ് ഇതിൻ്റെ ഒരു മൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൗണ്ട് ഘടിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഹൈലി അഡ്ഹസീവ് ആയിട്ടുള്ള ഒരു നമ്മൾ ഹെൽമെറ്റ് മൗണ്ടൊക്കെ പോലുള്ള സാധനത്തിലാണ്. അപ്പോൾ അത് ഫിക്സ് ചെയ്ത് സാധനം നമ്മളിപ്പോൾ റിലീസ് ചെയ്യുക. നല്ല കട്ടിക്ക് തന്നെയാണ് ഇത് പീസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ GoPro സാധനം. ഇത് നല്ലൊരു ബിൽറ്റ് ഇൻ കേസിലാണ് വരുന്നത്. അപ്പോൾ ഈ കേസ് ഉൾപ്പെടെയാണ് ഈ പ്രൈസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഇതിലൊരു കവറിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. നല്ല മെറ്റലാണ് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിത് കേസിൽ നിന്ന് എടുത്താലേ ചാർജ് ചെയ്യാൻ പറ്റും, മെമ്മറി കാർഡ് ഇടാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇതിന് ഒരു ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണുള്ളത്. അതൊക്കെ നമുക്കിത് ഓൺ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീച്ചേഴ്സും ബട്ടൺസും ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ കേസിൽ നിന്ന് അൺബോക്സ് ചെയ്യുക. ഓക്കെ, കേസിൽ നിന്ന് അൺബോക്സ് ചെയ്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത്. 250 ഗ്രാംസ്, ഒരു 250 ഗ്രാമേ വരും. ഇതിൻ്റെ കേസും അതേപോലെ തന്നെയാണ്. നല്ലോണം ഓപ്പൺ ചെയ്യാനും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റും. നിലവിലുള്ള ആക്ഷൻ ക്യാമറയിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് കേസൊക്കെ ഇതിൻ്റെയാണ് വരുന്നത്. കേസ് എല്ലാം വരുന്നത് ഗോപ്രോയുടെ തന്നെ കേസ് തന്നെ ആയിരിക്കും അതിന് ഏറ്റവും ബെസ്റ്റ് സ്യൂട്ടാവുന്നത്. വേറെ കമ്പനികളുടെയൊക്കെ പല ചൈനീസ് വേരിയൻറ്റുകളൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ GoPro ആണ് ഉള്ളതിൽ ബെറ്റർ. പിന്നെ ഈ പറഞ്ഞ കേസും നമുക്ക് നല്ല രീതിയിൽ ഫിക്സ് ചെയ്യാവുന്നതാണ്. ഒരു സ്ക്രൂ നെറ്റ് സിസ്റ്റത്തിലാണ് ഇത് നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ബേസ് സ്ട്രെങ്ത് ഇതിന് കിട്ടുന്നതാണ്. പിന്നെ അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇതിൻ്റെ ബോക്സിൽ കൂടെ വരുന്ന അക്സസറീസ് എന്ന് പറയത്തില്ല എങ്കിലും ഇതിൻ്റെ അകത്തുള്ള എസൻഷ്യൽ സാധനങ്ങൾ. ഇതിൽ നമ്മളിപ്പോൾ മെമ്മറി കാർഡ് സെപ്പറേറ്റ് സാൻഡിസ്കിൻ്റെയോ വേറെ ഏതെങ്കിലും സാംസങ്ങിൻ്റെയോ കൊണ്ട് മേടിച്ച് ഇതിൻ്റെ ഇത് ചാർജിങ് കേബിളാണ്. ഇതിൻ്റെ 2 ഹെൽമെറ്റിൽ വയ്ക്കാനുള്ള 2 മൗണ്ട്സ് ആണ്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്ജസ്റ്റിംഗ് സ്ക്രൂ ലിവറുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു വാറണ്ടി കാർഡുണ്ട്, 1 ഇയർ വാറണ്ടി കാർഡുണ്ട്. 1 ഇയർ ഉള്ളത് GoProയ്ക്കാണെന്ന് തോന്നുന്നു. പിന്നുള്ള ഒരു ഗിഫ്റ്റ് വോച്ചറുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ GoProയുടെ തന്നെ ഏതെങ്കിലും പ്രോഡക്റ്റ് എടുക്കുമ്പോഴുള്ള ഒരു ഗിഫ്റ്റ് വോച്ചറിൻ്റെ ഒരു കൂപ്പണുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സേഫ്റ്റി ഗൈഡുണ്ട്. പക്ഷേ അതിൽ കാര്യമായിട്ട് ഒരു ബട്ടൺസിൻ്റെ കുറച്ചൊന്നും ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. നിലവിൽ ഞങ്ങളും റിവ്യൂ നോക്കിയിട്ടാണ് ഇത് മേടിച്ചത്. അപ്പം ചില ആൾക്കാർ റിവ്യൂ പറയുന്നുണ്ട് അത് ചാർജ് ചെയ്ത് നിൽക്കത്തില്ല. നമ്മൾ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും എന്താണെന്നുള്ളത്. അതായത് ഇത് പല ഏകദേശം ഒരു ആൾമോസ്റ്റ് 8 ലാംഗ്വേജസിൽ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, നെതർലാൻഡ്സിലൊക്കെ എഴുതിയിട്ടുള്ള പല ലാംഗ്വേജിലുള്ള ഒരു ബ്രൗഷറും കൂടെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് ഉള്ളത് GoProയിൽ നമ്മൾ എങ്ങനെയാണ് ഇത് ഈ പറഞ്ഞ പോലെ അൺമൗണ്ട് ചെയ്യേണ്ടതെന്നും അതിൻ്റെ കാര്യം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മൾ കാര്യം അത് നമുക്ക് ഒറ്റയടിക്ക് നോക്കുമ്പോൾ ഈ പറഞ്ഞ കേസിൽ നിന്ന് ഇത് റിലീസ് ചെയ്തെടുക്കാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നും. പക്ഷേ ഇതിൽ കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അടുത്ത വരുന്നത് നമ്മുടെ GoProയുടെ ഒരു എന്താ പറയുക സിഗ്നേച്ചർ സിമ്പിളിൻ്റെ സാധനം. ഇത് നമുക്ക് വേണമെങ്കിൽ വണ്ടിയിലോ ഒക്കെ നമുക്ക് ഗ്ലൂ ചെയ്ത് വയ്ക്കാം. അതേപോലെ നമ്മുടെ എഡിറ്റിംഗ് റൂമിൽ ഒക്കെ വെക്കാം. ബ്രാൻഡിങ് സിഗ്നേച്ചറാണ്. ബ്രാൻഡിങ് സിഗ്നേച്ചറാണ്. നമുക്ക് ആപ്പിൾ സിമ്പിൾ വരും. ഓക്കെ, അപ്പോൾ നിലവിലിപ്പോൾ ഇതിന് മെമ്മറി കാർഡ് ബുക്ക് ചെയ്തൊന്നും വന്നിട്ടില്ല. അപ്പം ഞങ്ങളുടെ കയ്യിലുള്ള ഒരെണ്ണം വെച്ച് നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. മെമ്മറി കാർഡ് ഇടാനായിട്ട് നമുക്കിതാ ഇവിടെ ഇങ്ങനൊരു സ്ലോട്ട് ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഇതാ ഇതെല്ലാം വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാം. ഇതിന് 2-3 ഹോൾസാണുള്ളത്. അതെല്ലാം ക്ലോസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാവൂ. ഈ പറഞ്ഞ വാട്ടറിൽ ഇട്ട് നോക്കാനാണെങ്കിലും നമ്മൾ കഴിയുമെങ്കിൽ 2-3 യാത്ര കഴിഞ്ഞിട്ട് വാട്ടറിൽ ഇട്ടിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ലക്ഷദ്വീപ് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്ത് നോക്കി കാണിച്ചു തരുന്നതായിരിക്കും.
നിയാസ് വിജയകരമായിട്ട് അതിൽ പ്ലേസ് ചെയ്തേക്കാണ്. നമുക്ക് ഓൺ ചെയ്യുന്ന ബട്ടൺ ഇതാണ്, സൈഡാണ്. ഓൺ ഓഫ് ആദ്യം ഇച്ചിരി കൺഫ്യൂസ്ഡ് ആയിരുന്നു. സ്റ്റിക്കറുണ്ട്. സ്റ്റിക്കർ ഇത് കണ്ടിട്ട് ഷാഫ് ഇന്ന് പരിഭ്രമിച്ചായിരുന്നു, ഇത് പറ്റിപ്പ് സാധനമാണോ എന്ന്. ഇൻസ്റ്റാൾ ദ GoPro ഫോൺ. ഇതിൻ്റെ ആപ്പ് ഉണ്ട് നമ്മുടെ ഫോണിൽ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അത് ഇതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. മറ്റേ ഗൈഡിൻ്റെ ഗൂഗിൾ പ്ലേ അല്ല കാണിക്കുന്നുണ്ടായിരുന്നു. ഇതിൽ ഫസ്റ്റ് കാണിക്കുന്നുണ്ടായിരുന്നു. ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ